പാലക്കാട് മണ്ഡലത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി NMR റസാഖിനെ പ്രഖ്യാപിച്ചു. പാലക്കാട് ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന് റസാഖ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പാലക്കാട് ഇത്തവണ LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട്ടെ ഹോട്ടൽ വ്യവസായ മേഖലയിലെ പ്രമുഖനായ വ്യക്തിയായ NMR റസാഖാണ് മത്സരിക്കുന്നത്. എങ്ങനെയാണ് സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്? അതെ, സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് ഉള്ള ഓട്ടത്തിലാണ് ആദ്യത്തെ മണിക്കൂറുകളാണ് പ്രഖ്യാപനം വന്ന ശേഷമുള്ളത്. എന്താണ് പ്രധാനമായും പ്രചരണം ആയുധമാക്കി മുന്നോട്ട് വെക്കുന്നത്? പാലക്കാടിനൊരു MLA, പാലക്കാട്ടുകാരനായി പാലക്കാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MLA അതുതന്നെയാണ്. കാലങ്ങളിലൊക്കെ UDFിൻ്റെ ഒരു കുത്തക മണ്ഡലം എന്നാണ് പാലക്കാട് അറിയപ്പെടുന്നത്. അതെ, അതൊക്കെ ഒരു കെട്ടുകഥകളാണ്, അങ്ങനെയൊന്നുമില്ല. അതിന് മുമ്പേ ഇടതുപക്ഷത്തിൻ്റെ MLA ഒക്കെ പാലക്കാടിനായിട്ട് ഏറ്റവും ഇടതുപക്ഷത്തിന് വളക്കൂറുള്ള ഒരു മണ്ണാണ്. പിന്നീട് ചില നരേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ അത് UDFിൻ്റെതായിട്ട് മാറുക ചെയ്തത്. രണ്ടാം സ്ഥാനത്തുള്ളത് BJP ആണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് LDF ആണ്. നിങ്ങൾ സൗകര്യപൂർവ്വം മറക്കുന്നൊരു കാര്യമാണ്. പ്രധാനമായും പ്രചരണായുധമായിട്ട് വരിക ഇപ്പോൾ 10 വർഷമായി സംസ്ഥാനത്ത് LDF സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ തന്നെയാണോ? പിണറായി വിജയൻ സർക്കാരിൻ്റെ 2 വർഷത്തെ കേരളത്തിന് മൊത്തമുള്ള ഭരണ നേട്ടങ്ങൾ, ഒരുപാട് വികസനങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്. പാലക്കാട് ഭരണപക്ഷത്തിലുള്ള MLA ഇല്ലായിരുന്നിട്ട് പോലും പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി, പിണറായി വിജയൻ സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രോഗ്രസ് കാർഡ് ഞാൻ 2-3 ദിവസത്തിനകം നമ്മൾ അത് വഴിയെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു 3ാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ പാലക്കാട് നിന്ന് ഭരണപക്ഷത്തുള്ളൊരു MLA എന്ന നിലയ്ക്ക് നമ്മൾ ഇവിടെ നിന്ന് പാലക്കാട്ടുകാർ തിരഞ്ഞെടുത്ത് ഇവിടുന്ന് MLA വളരെ കൂടുതൽ നല്ല വികസനം ഇവിടെ കൊണ്ടുവരാൻ സാധ്യമാവും. പാലക്കാട്ടുകാർക്കെല്ലാം ഭക്ഷണം വിളമ്പുന്ന ആളാണ്. വോട്ടായി മാറുമെന്ന പ്രതീക്ഷ ഇല്ല, അതൊരു തൊഴിലാണ്. അത് എല്ലാവർക്കും ഓരോ തൊഴിലുണ്ട്, അതേമാതിരി ഒരു തൊഴിലാണ് എൻ്റെ. അത്രയേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ NMR റസാഖിനെ വോട്ട് നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തെ വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ അഭ്യർത്ഥന. എന്തായാലും വിജയാശംസകൾ നേരം. താങ്ക് യു. എന്തായാലും പാലക്കാട് ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് NMR റസാഖ് ഉള്ളത്. എന്തായാലും ഇത്തവണ പാലക്കാട് പിടിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് പ്രചരണത്തിലേക്കും കടക്കുന്നത്. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം.